കാലങ്ങളിൽ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഭക്ഷണം കഴിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി ഭക്ഷണം കഴിക്കാനാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ലെവലിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടുണ്ട്. ഓൺലൈൻ ഫുഡ് ഓർഡറിംഗ് ആപ്പായിട്ടുള്ള സ്വിഗ്ഗി, സൊമാറ്റോ, റസോയൊക്കെ പോലത്തെ ആപ്പുകൾ വന്നതോടുകൂടി കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമായി. കാരണം വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഭക്ഷണം ഓർഡർ ചെയ്യാം. ഭക്ഷണം കഴിക്കാനായിട്ട് പുറത്തു പോകേണ്ട ആവശ്യമില്ല. മാത്രമല്ല 25 മിനിറ്റ് അല്ലെ 30 മിനിറ്റിനുള്ളിൽ ഫുഡ് നമ്മുടെ കൈകളിൽ എത്തും എന്നതുകൂടി ആയപ്പോൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കി. അതുകൊണ്ട് തന്നെ മലയാളികൾ കൂടുതലായിട്ടും ഓൺലൈനിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് വരുത്താൻ വേണ്ടി തുടങ്ങി. ഇപ്പോഴിതാ ഓൺലൈനിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചതിന്റെ പേരിൽ 2 ജീവനുകൾ നഷ്ടമായിരിക്കുകയാണ്. രശ്മി രാജൻ എന്ന് പറയുന്ന കോട്ടയംകാരിക്കും അഞ്ജുശ്രീ എന്ന് പറയുന്ന കാസർഗോഡുകാരിക്കും തങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. രശ്മി എന്ന് പറയുന്ന യുവതി കോട്ടയത്ത് നഴ്സായിട്ട് വർക്ക് ചെയ്ത് വരികയായിരുന്നു. ഇവർ ഒരു നിർധന കുടുംബത്തിലെ അംഗം കൂടിയാണ്. സുഖമില്ലാത്ത അച്ഛനും അമ്മയ്ക്കും ഏക ആശ്രയമായിരുന്നു ഈ പറയുന്ന രശ്മി. രശ്മി മരിച്ചതോടുകൂടി ഈ ഒരു കുടുംബം വഴിയാധാരമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഫുഡ് കഴിച്ചതിന്റെ പേരിൽ സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. മാത്രമല്ല ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിന്റെ അനാസ്ഥ തന്നെയാണെന്ന് സംശയം പറയാൻ വേണ്ടി കഴിയും. രശ്മിയുടെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എഫ്ഐആറിൽ രശ്മി മരിച്ചതിന് പിന്നിലുള്ള കാരണം ഭക്ഷ്യവിഷബാധയാണെന്നുള്ളത് എഴുതി ചേർത്തിട്ടില്ല. ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് രശ്മിയുടെ മാതാപിതാക്കൾ. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്ത് അനാസ്ഥയാണ് ഇവർ കാണിക്കുന്നത്. മാത്രമല്ല ഈ പറയുന്ന പോലീസുകാർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന രശ്മി അവിടുത്തെ ഫുഡ് കഴിച്ചിട്ടാണ് മരിച്ചത് എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ലെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതേ ഹോട്ടലിൽ നിന്നും അന്നേ ദിവസം ഭക്ഷണം കഴിച്ച് 20 പേർ പല ആശുപത്രികളിലായി അഡ്മിറ്റായി. മാത്രമല്ല വേറൊരു ദമ്പതികൾ അടക്കം ഈ ഒരു ഹോട്ടലിനെതിരെ കേസ് കൊടുത്തിട്ടാണ് ഈ പോലീസുകാർ പറയുന്നത് ഇങ്ങനെ തെളിവില്ല എന്നുള്ളത്. ഈ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് രശ്മി മരിച്ചത് എന്ന് തെളിവില്ല എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. രശ്മി ഫുഡ് മേടിച്ചത് വേറെ എവിടെ നിന്നുമല്ല, കോട്ടയം സംക്രാന്തി ജംഗ്ഷനിലുള്ള ദ പാർക്ക് എന്ന് പറയുന്ന റെസ്റ്റോറന്റിൽ നിന്നാണ് ഈ പറയുന്ന രശ്മി ഫുഡ് കഴിച്ചിട്ടുള്ളത്. മാത്രമല്ല 2 മാസങ്ങൾക്ക് മുമ്പേ ഈ ഒരു ഹോട്ടൽ പൂട്ടിച്ചതാണ്. മുമ്പും ഈ ഹോട്ടലിനെതിരെ പല പരാതികൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടും വീണ്ടും തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. അത് നമ്മുടെ നാടിന്റെ പിടിപ്പുകേടല്ലേ. ആ ഒരു ഹോട്ടൽ അന്ന് അടുപ്പിച്ചതുപോലെ ഇപ്പോഴും അടച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ രശ്മിക്ക് തന്റെ ജീവൻ ചിലപ്പം ഇന്ന് നഷ്ടപ്പെടില്ലായിരുന്നു. രശ്മി മരിച്ചതിന് പിന്നാലെ 6 ദിവസങ്ങൾക്ക് ശേഷം കാസർഗോഡുള്ള അഞ്ജുശ്രീ എന്ന് പറയുന്ന വിദ്യാർത്ഥിനി മരിക്കുകയാണ്. കാരണം ഒന്നേ ഉള്ളൂ, ഭക്ഷ്യവിഷബാധ. കുഴിമന്തി കഴിച്ചതിന് പിന്നാലെ ഉണ്ടായ ഭക്ഷ്യവിഷബാധയെ തുടർന്നാണ് ഈ പറയുന്ന അഞ്ജുശ്രീ എന്ന് പറയുന്ന ആ ഒരു വിദ്യാർത്ഥിനി മരിച്ചിട്ടുണ്ടായിരുന്നത്. ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് അൽ റൊമാൻസിയ എന്ന് പറയുന്ന റെസ്റ്റോറന്റിൽ നിന്നും ഫുഡ് ഓർഡർ ചെയ്ത് വരുത്തി അത് കഴിച്ചതിന് ശേഷം അഞ്ജുശ്രീക്കും അഞ്ജുശ്രീയുടെ അമ്മയ്ക്കും ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയായിരുന്നു. അതിന് പിന്നാലെ അഞ്ജുശ്രീക്ക് കുറച്ച് സീരിയസ് ആവുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും മാത്രമല്ല സീരിയസ് ആയതുകൊണ്ട് പിന്നെ മംഗളൂരിലേക്കുള്ള ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയുമായിരുന്നു. ജീവൻ രക്ഷിക്കാനുമായില്ല. അങ്ങനെ അഞ്ജുശ്രീ മരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഫുഡ് കഴിച്ചതിന് പിന്നാലെ ഒരു ജീവൻ നഷ്ടപ്പെട്ടു, ഇതാ 2ാമത്തെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല അഞ്ജുശ്രീയുടെ കസിൻസിനും അഞ്ജുശ്രീയുടെ അമ്മയ്ക്കടക്കം ഈ ഒരു ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇവർക്ക് സീരിയസ് ആയിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കിടക്കുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇതിന് പിന്നിലുള്ള ഒരിത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഫുഡ് കഴിച്ചിട്ട് മരിച്ചു പോയി എന്ന് പറയുമ്പം എന്തോരം കെമിക്കലായിരിക്കും അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവുക. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിലെ ഫുഡ് ഇൻസ്പെക്ടർമാർക്ക് എന്താണ് പരിപാടി? ഡെയിലി രാവിലെ ഓഫീസിൽ പോയിട്ട് തലയും ചോറിന് ഇങ്ങനെ ഇരിക്കലാണ് ഇവരുടെ പരിപാടി. ഇതുപോലെ മുമ്പൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. മാസങ്ങൾക്ക് മുമ്പേ ഷവർമ കഴിച്ചിട്ട് ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞപ്പോഴേക്കും അയ്യോ നമ്മുടെ ഫുഡ് ഇൻസ്പെക്ടർമാരുടെ ആ ഒരു ഇരിക്കാപ്പുറതി ഇല്ലാതെ ഓടിച്ചാടി പോകലും റെസ്റ്റോറൻറ്റുകൾ അടച്ചുപൂട്ടലും എന്തൊക്കെ പ്രഹസനായിരുന്നടാ സജി എന്ന് പറയുന്നത് പോലെയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ആ ഒരു ഇളക്കോ ഒരു ആവേശമൊന്നും കണ്ടില്ല. നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിന്റെ കേസ് തന്നെ എടുക്കാം. ടൂറിസ്റ്റ് ബസ് ആക്സിഡന്റ് ആയിട്ട് കുട്ടികൾ മരിച്ചതിന് പിന്നാലെ എല്ലാ ടൂറിസ്റ്റ് ബസ്സുകാർക്കും വിലക്കിട്ടിട്ട് മാത്രമല്ല പല ആളുകളുടെ വരുമാന മാർഗം മുടക്കിയിട്ടുണ്ടായിരുന്ന ഗവൺമെന്റിന് പക്ഷേ റെസ്റ്റോറന്റിന്റെ കാര്യത്തിൽ മാന്യമായിട്ടൊരു തീരുമാനം എടുക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഷെയിം ഓൺ യു ഗവൺമെന്റ്. ഐ ഫീൽ റിയലി ഷെയിം ഓൺ യു. അല്ല വീണ ജോർജ് മന്ത്രിയെ, അവിടെ നിന്ന് എന്ത് ചെയ്യുക? ഇതൊന്നും കാണുന്നില്ലേ? അങ്ങ് എന്ത് ചെയ്യുക? ഓ, വീണ ജോർജ് മന്ത്രിയെ വിളിച്ചങ്ങ് ചോദിച്ചതിനിപ്പോൾ വീണ ജോർജ് മന്ത്രി പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനോട് പറഞ്ഞിട്ടുണ്ട്, അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇരുന്ന് അങ്ങനെ നോക്കിയാൽ മതി, നമുക്ക് വേറൊന്നും അറിയണ്ടല്ലോ. ആരോഗ്യ വകുപ്പ് എന്നും പറഞ്ഞ് ചുമ്മാ അവിടെ കയറ്റി ഇരുത്തേക്കുമല്ലേ ഇവരൊക്കെ. കഷ്ടം തന്നെ, പറയുന്നില്ല ഞാൻ, കഷ്ടം തന്നെ. ഇതൊക്കെ നമ്മുടെ ഗവൺമെന്റിന്റെ പിടിപ്പുകേടുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നതെന്ന് ഞാൻ നിസ്സംശയം പറയും.
2 ജീവനുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. 2 ജീവനുകൾ. മാത്രമല്ല രശ്മിയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഓണേഴ്സിനെ ഇപ്പോഴും കണ്ടുകിട്ടിയിട്ടില്ല. അവരിപ്പോഴും ഒളിവിലാണ്. പോലീസുകാരുടെ ഒത്താശയില്ലാതെ ഒളിവിൽ പോകാൻ വേണ്ടി പറ്റുമോ? ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. മാത്രമല്ല 6 ദിവസങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴും പോലീസുകാർ ന്യായീകരിക്കുകയാണ്, ഇതിനെതിരെ ന്യായീകരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ കോമഡി ആയിട്ടുള്ള കാര്യം. രശ്മി മരിച്ചത് എന്താ? ഈ ഭക്ഷണം കഴിച്ചിട്ടല്ല, വേറെന്തോ കൊണ്ടാണ് രശ്മി മരിച്ചു പോയത്. ഇത് 20 പേര് അടങ്ങുന്ന ആൾക്കാർ പല ആശുപത്രികളിലായിട്ട് ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഈ ഭക്ഷ്യവിഷബാധ ഏറ്റിട്ട് അതേ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട്. എന്നിട്ട് പോലീസുകാർക്ക് ഇപ്പോഴും അറിയില്ല എവിടെ നിന്നാണ് ഈ പറയുന്ന രശ്മിക്ക് ഇതുപോലെ ഉണ്ടായതെന്നുള്ളത്. കഷ്ടം തന്നെ. നമ്മുടെ ഫുഡ് ഇൻസ്പെക്ടർമാർക്ക് എന്താണ് പരിപാടി? രാവിലെ ഓഫീസിൽ പോകുന്നു, അവർ വൈകിട്ട് വീട്ടിൽ പോകുന്നു. ഇതുപോലത്തെ ഒരു വകുപ്പിൻ്റെ ആവശ്യം എന്തിനാണ് ഇവിടെ? ഒന്നും നോക്കുന്നില്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വകുപ്പിൻ്റെ ആവശ്യം എന്താണ് ഇവിടെ? റെസ്റ്റോറൻറ്റുകൾ പാലിക്കേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണോ കേരളത്തിൽ പാലിക്കുന്നത്? ഒരു ബംഗാളി വരുന്നു, ബംഗാളി വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നു, അങ്ങ് പോകുന്നു. റെസ്റ്റോറൻറ്റുകാർക്ക് ലാഭമായല്ലോ, ബംഗാളിയെ കൊണ്ടുവന്ന് നിർത്തി പണിയെടുപ്പിച്ച് കഴിഞ്ഞാൽ മതി. മാത്രമല്ല ഇതിൻ്റെയൊക്കെ മേൽനോട്ടം നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെഡിനെ നിർത്തേണ്ട പരിപാടി ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ നടക്കില്ല. പക്ഷേ ഫോറിൻ കൺട്രീസിലൊക്കെ ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ആ ഹോട്ടൽ പൂട്ടിക്കെട്ടി പിന്നീട് അവർക്ക് ഈ ഹോട്ടൽ ഉടമകൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ആയിപ്പോയനെ. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. കൂടിപ്പോയാൽ ഒരു 2 മാസം, അത് കഴിഞ്ഞ് വീണ്ടും തുറക്കും, എന്നിട്ട് പിന്നെയും പ്രവർത്തിക്കും. അതാണ് നമ്മുടെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളുടെ കഥ എന്ന് പറയുന്നത്. വളരെ നല്ല കഥ. അതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും ഒരു തവണ ഇതുപോലത്തെ ആക്ടിവിറ്റി കണ്ടു കഴിഞ്ഞാൽ, ഒരു തവണ പൂട്ടിക്കഴിഞ്ഞാൽ അത് നിരന്തരം പൂട്ടിയിരിക്കണം. അതായിരിക്കണം ഓരോ റെസ്റ്റോറൻറ്റ് ഉടമകൾക്കുള്ള പാഠം. അയ്യോ, നമ്മുടെ നാട്ടിൽ എങ്ങനെ നടക്കാനല്ലേ? കൂടിപ്പോയോ 1-2 മാസം അതിനകം റെസ്റ്റോറൻറ്റ് അങ്ങ് ഓപ്പൺ ആക്കും. അതുകൊണ്ട് പുതിയതായിട്ട് വരുന്ന ഉടമകൾക്കും എന്ത് മായം ചേർത്ത് ഭക്ഷണം കൊടുത്താലും യാതൊരു പ്രോബ്ലവും ഇല്ല. കുറച്ച് കൈക്കൂലി എടുത്തങ്ങ് കൈ കൊടുത്താൽ മതിയെന്ന് ഫുഡ് ഇൻസ്പെക്ടർമാർ അവരുടെ വഴിക്ക് അങ്ങ് പോയിക്കോളും എന്നുള്ള ധാരണയാണ്. ഇവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് തന്നെ ഐറ്റംസ് വരുമ്പോൾ ചെക്കിംഗ് തുടങ്ങണം. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ പറയുന്ന ഫുഡ് പോയ്സണിങ് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. പല രീതിയിലുള്ള മായങ്ങൾ ചേർക്കൽ, പല രീതിയിലുള്ള റെസ്റ്റോറൻറ്റിൻ്റെ കള്ളത്തരങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അതിനാരും അതിന് മുന്നിട്ടിറങ്ങാൻ നമ്മുടെ ഫുഡ് ഓഫീസർമാർക്ക് നേരമില്ല. അവർക്ക് ഇങ്ങനെ ഓഫീസിലിരുന്ന് ഇങ്ങനെ ഫോണിൽ കുത്തി കളിച്ച് അവരുടെ നേരം കളയണം, അതേ ഉള്ളൂ. മാത്രമല്ല ഇതുപോലത്തെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇപ്പോൾ ഇതാ എല്ലാവരും കൂടി ഓടിച്ചാടി നടക്കുന്നുണ്ട്, റെസ്റ്റോറൻറ്റ് പൂട്ടാനായിട്ട് ഓടിച്ചാടി നടക്കുന്നുണ്ട്. എറണാകുളത്ത് എങ്ങാണ്ട് ഇപ്പോൾ 11 റെസ്റ്റോറൻറ്റ് ഇപ്പോൾ പൂട്ടിയിട്ടുണ്ട്. വളരെ നല്ല കാര്യം. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു പ്രഹസനം ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രഹസനം ഉണ്ടാവില്ല. ഇവർ ആകെ നോക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുഡ് ചീന് നാറുന്നുണ്ടോ, അല്ലെങ്കിൽ വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷമാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫൗൾ സ്മെല്ലോ എന്തെങ്കിലും ഉണ്ടോ എന്ന് മാത്രമേ ഇവർ നോക്കുന്നുള്ളൂ. ഭക്ഷണത്തിൽ മായം ചേർത്തതിൻ്റെ ആ ഒരു ഇത് അവർ നോക്കുന്നില്ല. മാത്രമല്ല ഇവർ ഈ സാമ്പിളുകൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സമയത്ത് ഇമീഡിയറ്റ് ആയിട്ട് റിസൾട്ട് വരാത്തതും ഹോട്ടൽ ഉടമകൾക്ക് ഗുണം ചെയ്യും. ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുഡ് ഇൻസ്പെക്ടർമാർ ചുമ്മാ അവരുടെ സീറ്റിൽ ചൊറിയും കുത്തി ഇരിക്കാതെ അവരുടെ പരിസര ഭാഗത്തുള്ള റെസ്റ്റോറൻറ്റ്സ് നിരന്തരം പോയി ചെക്ക് ചെയ്യണം. പൊതുവെ നമ്മളിപ്പം ഈ ലുലു മാളിലാണെങ്കിലും വേറെ ഏതെങ്കിലും ഒരു ഹോട്ടൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ, നമ്മൾ ഈ എന്താ പറയുക വാഷ്റൂമിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ക്ലീനിങ് ഡേയിൽ ഇങ്ങനെ സൈൻ ചെയ്തിട്ടുള്ള ഒരു ബോർഡ് കാണാറുണ്ട് ഇല്ലേ? അതുപോലെ റെസ്റ്റോറൻറ്റ് ഉടമകളും ഇതുപോലൊരു ബോർഡ് വെക്കണം. അവരുടെ റിസപ്ഷൻ ഏരിയയിൽ ഒരു ബോർഡ് വെക്കണം. ഇന്ന് വന്നിട്ട് ഫുഡ് ഇൻസ്പെക്ടർ ചെക്ക് ചെയ്ത് പോയി എന്നുള്ളത് ഫുഡ് ഇൻസ്പെക്ടർ സൈൻ ചെയ്തിട്ട് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള കള്ളത്തരങ്ങളും ഈ പറയുന്ന ഫുഡ് ഉടമകളുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല, റെസ്റ്റോറൻറ്റ് ഉടമകളുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല. നല്ലൊരു ഫുഡ് കസ്റ്റമേഴ്സിന് കിട്ടുന്ന രീതിയിലേക്കും കാര്യങ്ങൾ കിടക്കും. ആരോട് പറയാൻ, ആര് കേൾക്കാനല്ലേ? ഇപ്പോഴും പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇവരുടെയൊക്കെ കാര്യം. കുറച്ച് ദിവസങ്ങളിൽ ഈ പ്രഹസനം നടക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കാണാം ശങ്കരൻ പിന്നെ തെങ്ങിൽ തന്നെ എന്ന് പറഞ്ഞതുപോലെ വീണ്ടും അവരുടെ സീറ്റിൽ ചൊറിയും കുത്തി ഇരിക്കുന്ന ഫുഡ് ഇൻസ്പെക്ടർമാരെ. നമ്മുടെ നാടില്ലേ, അതൊരിക്കലും നന്നാൻ വേണ്ടി പോകുന്നില്ല. വീണ ജോർജിനെ പോലെയുള്ള ആളുകളെ മന്ത്രിസഭയിൽ ഇരുത്തുന്നിടത്തോളം കാലം ഒരിക്കലും നന്നാൻ വേണ്ടി പോകുന്നില്ല. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഓ ഹലോ, ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അയ്യോ എന്നും പറഞ്ഞ് അവരവരുടെ ചാരു കസേരയിൽ ഇങ്ങ് നീണ്ടു നിവർന്നിരിക്കും. അല്ലാതെ നേരിട്ട് പോയി അന്വേഷിക്കാനുള്ള മനസ്സില്ല. 2 മരണങ്ങളാണ് 6 ദിവസങ്ങൾക്കിടയിൽ നടന്നത്. പല ആളുകൾക്ക് ഫുഡ് പോയ്സൺ സംഭവിച്ചു. എന്നിട്ട് പോലും കസാരയിൽ ഇരുന്നിട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പിനോട് അന്വേഷിക്കാൻ പറഞ്ഞു എന്ന് പറയാതെ നേരിട്ട് പോയി ഒന്ന് ഇറങ്ങി ചെല്ലാൻ മന്ത്രിക്ക് അങ്ങ് കഴിയുന്നില്ല. കഷ്ടം തന്നെ. നമ്മുടെ നാട് നന്നാൻ വേണ്ടി പോകുന്നില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബെൽ ബട്ടൺ ഓൾ അമർത്തി കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ വരും വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ ബൈ.